ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ സുധാകരൻ പുതിയ പാർട്ടിയുമായി വരുമ്പോൾ ബി.ജെ.പിയുമായി സഹകരിക്കുമ്പോൾ അത് മുൻപ് പറയും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൽ സാധാരണ ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അസാധാരണമായ കാര്യങ്ങളാണ്. കാരണം ഒരു എം ആണ്, കെ സുധാകരനെ പോലെ മുതിർന്ന നേതാവാണ്, KPCC പ്രസിഡന്റായ ഒരാളാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ, അതും ഒരു ജീവൻ മരണ പോരാട്ടം മുന്നിൽ നിൽക്കെ ഇത്തരത്തിൽ ബി.ജെ.പിയുമായി സഹകരിച്ച് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിലാകെ തന്നെ അത് കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നതോ കണ്ണൂർ മണ്ഡലത്തിൽ ഒതുങ്ങുന്നതോ ഒരു കാര്യമായിരിക്കില്ല. അത് സംസ്ഥാനമാകെ തന്നെ ചർച്ചയാകുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ മാറുകയാണ്. രുചിച്ച് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. കെ സുധാകരനെ പോലെ ഒരാൾ, കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നയാൾ, അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിൻ്റെ ജീവൻ നൽകിയയാൾ, അതിൻ്റെ പ്രവർത്തകരെ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിച്ചയാൾ, വീടും വീട്ടുകാരെയും നോക്കാതെ കോൺഗ്രസിന് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിച്ചു എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാൾ, അങ്ങനെ ഒരാൾ ഇപ്പോൾ ഏതായാലും ഈ ഒരു സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്, സ്വന്തം പാർട്ടി രൂപീകരിക്കുകയാണ്. ആ പാർട്ടിയുമായി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം പുതിയൊരു പാർട്ടി രൂപീകരിക്കുക, അതിനുശേഷം ഈ സംസ്ഥാനത്താകെയുള്ള വിവിധ അസംതൃപ്തരെ കൂടെ നിർത്തിക്കൊണ്ട് മത്സരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മത്സരിക്കുമ്പോൾ അദ്ദേഹം ബി.ജെ.പിയുടെ പിന്തുണ തേടുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബി.ജെ.പി നേതാക്കളുമായി ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരിലെ ബി.ജെ.പി നേതാക്കളുമായി ഇത്തരത്തിൽ കെ സുധാകരൻ ചർച്ചകൾ, നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ബി.ജെ.പിയിലേക്ക് തന്നെ പോകാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ തൽക്കാലം ബി.ജെ.പിയിലേക്ക് നേരിട്ട് പോകാതെ ഒരു പുതിയ പാർട്ടി എന്ന രീതിയിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വന്ന ആളുകളാണ്, ഓരോരുത്തരായി വന്ന ആളുകൾ പോകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ പിണറായിയോട് മത്സരിച്ച സി രഘുനാഥ് ഇപ്പോൾ കെ സുധാകരനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും സി രഘുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി തന്നെയായിരുന്നു കെ സുധാകരൻ്റെ അനുയായികൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. സി രഘുനാഥ് ഇപ്പോൾ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണ്. ഒരു ഘട്ടത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം വരുന്നു എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഏതായാലും ചില കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് ഈ കേസ് പുതിയ പാർട്ടി എന്ന രീതിയിലേക്കൊക്കെ ചർച്ചകൾ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരി നിഖിൽ, എന്തായാലും ബി.ജെ.പിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു സുധാകരൻ അനുകൂലികൾ. എന്തായാലും ആ തരത്തിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാൻ തന്നെയാണ് കെ സുധാകരന്റെ തീരുമാനം.